നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ ഞാനൊരു കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഥയെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു കഥ. ഒരിടത്ത് രണ്ട് അയൽക്കാർ തമ്മിൽ ദിവസവും പ്രശ്നങ്ങളായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന യുവാവിന് അയൽക്കാരനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യ. ദിവസവും അയൽക്കാരൻ ഈ യുവാവിനെ ശല്യപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, ദിവസവും അയാൾ മറ്റുള്ളവരോടും വഴക്കുണ്ടാക്കിയിരുന്നു. എങ്കിലും തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരനായിരുന്നു ഏറ്റവും വലിയ ശല്യം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ നാട്ടിലേക്ക് ഒരു സന്യാസിയും കുറച്ച് ശിഷ്യന്മാരും എത്തി. അവർ അവിടെ ഒരു സത്രത്തിൽ കുറച്ച് ദിവസം താമസിച്ചു. ആ സമയത്ത് ആ നാട്ടിലെത്തിയ സന്യാസിയോട് ഈ യുവാവ് ചെന്ന് പറയുകയാണ്, എൻ്റെ അയൽവാസി ഭയങ്കര ശല്യക്കാരനാണ്, അയാളെ ഞാൻ ഇന്ന് രാത്രി കൊല്ലും. ഇത് കേട്ട ആ സന്യാസി ഈ യുവാവിനെ ഉപദേശിക്കുകയാണ്, നീ ഇപ്പോൾ പറഞ്ഞത് ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. അയാൾ 6 മാസത്തിനകം മരിക്കും. അപ്പോൾ അയാളെ കൊന്നാൽ നീ ജയിലിൽ പോകും. കുറച്ചുനാൾ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ആ സന്യാസി ആ യുവാവിനെ തിരിച്ചയച്ചു. പിറ്റേന്ന് മുതൽ അയൽക്കാരനോടുള്ള ആ യുവാവിൻ്റെ മനോഭാവം തന്നെ മാറി. പഴയ ദേഷ്യഭാവമെല്ലാം മാറി. പതിയെ വഴക്കും വിരോധവും ഒന്നുമില്ലാതായി. 6 മാസമായപ്പോഴേക്കും അയാൾ ഉടനെ മരിക്കുമല്ലോ എന്നോർത്തപ്പോൾ യുവാവിന് വിഷമമായി. അയാൾ വീണ്ടും ആ സന്യാസിയെ അന്വേഷിച്ച് സന്യാസിയുടെ താമസ സ്ഥലത്തെത്തി. എന്നിട്ട് സന്യാസിയോട് ചെന്ന് ചോദിച്ചു, ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, അതായത് ആ പ്രശ്നക്കാരനായ അയൽവാസിയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് തിരക്കി. അന്നേരം ഗുരു പറഞ്ഞു, ഞാൻ പറഞ്ഞത് അയൽക്കാരൻ്റെ മരണത്തെക്കുറിച്ചല്ല, നിൻ്റെ ഉള്ളിലെ രോഷത്തെക്കുറിച്ചാണ്. അതായത് നിൻ്റെ ഉള്ളിലെ രോഷം 6 മാസമായപ്പോഴേക്ക് അവസാനിച്ചില്ലേ, അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തി. ഇതിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തത്സമയത്തുള്ള അതിവൈകാരികമായ പ്രകടനങ്ങൾ താൽക്കാലികമായി അവസാനിക്കേണ്ട പ്രശ്നങ്ങളെയെല്ലാം ആളിക്കത്തിച്ച് ആയുഷ്കാല പ്രാബല്യം നൽകും. ഒരിക്കൽ നമ്മൾ ഒരാളോട് മുഷിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മുൻവിധിയായി നമ്മളിൽ രൂപാന്തരപ്പെടും. അയാളെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മൾ ശ്രമിക്കും. അയാളെ തോൽപ്പിക്കുന്നതിലായിരിക്കും പിന്നെ നമ്മുടെ ആനന്ദം. ഒരു പ്രത്യേക സാഹചര്യത്തിലെ പെരുമാറ്റത്തിലൂടെയാണ് പലരും അപകടകാരികളും അടുക്കാൻ കൊള്ളാത്തവരുമായി മുദ്ര കുത്തപ്പെടുന്നത്. ആരും എല്ലാവർക്കും ശല്യക്കാരല്ല. എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരുമാണ്. ഒരിടത്ത് നിഷേധിയായി പ്രത്യക്ഷപ്പെടുന്നയാൾ മറ്റൊരിടത്ത് സർവസമ്മതനാണ്. അതുപോലെ ഒരു സ്ഥലത്ത് അലസനാകുന്നയാൾ മറ്റൊരു സ്ഥലത്ത് എത്തുമ്പോൾ ചിലപ്പോൾ കർമ്മനിരതനായേക്കാം. ഒരു നിമിഷത്തെ പ്രതികരണം കൊണ്ട് വിലയിരുത്തി ആരെയും വിശുദ്ധരാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളിനെ തിരിച്ചറിയണമെങ്കിൽ അതിന് കാലങ്ങൾ നീളുന്ന പരിചയവും പഠനവും ഒക്കെ വേണം. പിന്നെന്തിനാണ് ഒരു തവണത്തെ പെരുമാറ്റം കൊണ്ട് ഒരാളെ കൊള്ളരുതാത്തവനായി ചിത്രീകരിക്കുന്നത്? ഇന്ന് ഒപ്പമുള്ളവരൊക്കെ എന്നും ഒപ്പമുണ്ടാകും എന്ന ധാരണ തിരുത്തിയാൽ തീരാവുന്നതേയുള്ളൂ എല്ലാ അഹംബോധ കർമ്മങ്ങളും. 2 പേരിൽ ആരെങ്കിലും ഒരാൾ നാളെ അവസാനിക്കുമെന്നുറപ്പായാൽ ഇന്ന് അവസാനിക്കും എതിർപ്പുകളും പരിഭവങ്ങളും. എന്ന് വെച്ച് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ തിന്മകളും സഹിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ സ്വഭാവത്തെ ഒരു നിമിഷം കൊണ്ട് വിലയിരുത്താതിരിക്കുക. വർഷങ്ങളായിട്ട് ഒരാളിൻ്റെ ഉള്ളിൽ മറ്റൊരാളിനെക്കുറിച്ച് തോന്നുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ആ പെരുമാറ്റം, ആ സ്വഭാവം കാലങ്ങൾക്കനുസരിച്ച് അവയിൽ മാറ്റമുണ്ടായേക്കാം. എന്നാൽ
വളരെ കുറച്ചൊരു ശതമാനം പേര് ഒരിക്കലും മാറാതെ എന്നും അതേ രീതിയിൽ മരിക്കുവോളം തുടരുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ളവരെയൊന്നും ഒരിക്കലും തിരുത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പം നമ്മൾ എന്താ വേണ്ടത്? അവരിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് കഴിയുന്നത്ര അകലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അവരോട് അധികം ഇടപഴകാതെ മാറി നിൽക്കുക. അതിലൂടെ നമുക്കൊരു വലിയ പ്രശ്നത്തിൽ നിന്ന് സ്വയമായിട്ട് അകന്നു നിൽക്കാനാകും. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ മാറി നിൽക്കുന്നതിലൂടെ അവർ നമ്മളിലേക്ക് വരുന്നുമില്ല. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നം അവിടം കൊണ്ട് അവസാനിക്കും. ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.